ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ ബാഡ് ഗേൾ എന്ന വ്യത്യസ്തമായൊരു സിനിമയെക്കുറിച്ചിട്ടാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ വളരെ ആചാരാനുഷ്ഠാനമുള്ള ഒരു കുടുംബത്തെയാണ് കാണിക്കുന്നത്. ആ കുടുംബത്തിലാണ് നമ്മുടെ നായികയായ രമ്യ ജീവിക്കുന്നത്. അവർ നിലത്ത് കിടന്നാണ് ഉറങ്ങുന്നത്. അങ്ങനെ അവർ ഉറങ്ങുമ്പോൾ അവരുടെ സ്വപ്നത്തിൽ ക്ലാസ്സിൽ പഠിക്കുന്ന ചില ആൺകുട്ടികൾ ഇടയ്ക്കിടെ വരികയും അവർ വന്ന ഉടനെ ഇവർ ഞെട്ടി എഴുന്നേൽക്കുന്നതും കുറച്ച് ദിവസങ്ങളായി ഇവർക്ക് പതിവായി നടക്കുന്നുണ്ട്. ചില സമയത്ത് പ്രഭുദേവ പോലും സ്വപ്നത്തിൽ വരും. കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ രമ്യയുടെ വീട് ചുറ്റി കാണിക്കുകയാണ്. രമ്യയുടെ അമ്മ രമ്യ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഒരു ടീച്ചറാണ്. രമ്യയുടെ അച്ഛൻ വെളിയിൽ എവിടെയോ ആണ് ജോലി ചെയ്യുന്നത്. വല്ലപ്പോഴുമാണ് വീട്ടിൽ വന്നു പോകുന്നത്. ഇത് കൂടാതെ വീട്ടിലൊരു മുത്തശ്ശിയുണ്ട്. അവർ ആചാരങ്ങൾ വളരെയധികം അനുഷ്ഠിക്കുന്നവരാണ്. നമ്മുടെ നായികയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കുസൃതിയുള്ളൊരു പെൺകുട്ടിയാണ്. അവർക്ക് ശരിയായി പഠിക്കാൻ കഴിയില്ല. തൻ്റെ കൂട്ടുകാരികളോടൊപ്പം എപ്പോഴും സ്കൂളിൽ നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കും. പഠിക്കാത്ത നിനക്ക് എന്തിനാണ് നൃത്തം എന്ന് പറഞ്ഞ് ടീച്ചർ അവരെ വഴക്ക് പറയും. അതുകൊണ്ട് ഇഷ്ടമുള്ളത് പോലും ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്താലും വഴക്ക് കേട്ട് ജീവിക്കുകയാണ്. ഇതിനിടയിൽ പല വിഷയങ്ങളിലും തോറ്റതുകൊണ്ട് പാരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ദിവസം രമ്യ അവളുടെ അച്ഛൻ ഒരുപാട് വഴക്ക് പറയും. കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ രമ്യ സ്കൂളിലെ അസംബ്ലി ലൈനിൽ നിൽക്കുകയാണ്. അവിടെ ഒരു പയ്യനെ അവൾ വായി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആ പയ്യൻ അതേ അസംബ്ലിയിലുള്ള രമ്യയുടെ ഫ്രണ്ടിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, കുറെ നാളായി രമ്യക്ക് ഈ പയ്യനോട് ഒരു താല്പര്യമുണ്ട്. എന്നാൽ ആ പയ്യൻ രമ്യയുടെ ഫ്രണ്ടുമായി കമ്മിറ്റഡ് ആയതുകൊണ്ട് ഇവരിപ്പോൾ ഒരു ലവ് ഫെയിലിയറിൽ സങ്കടത്തിലാണ്. ഇതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് ഒരുപാട് മുഖക്കുരുവൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ ക്ലാസ്സിലേക്ക് നളൻ എന്നൊരു പുതിയ പയ്യൻ വരുന്നത്. അവനെ കണ്ടതും നായികയ്ക്ക് എവിടെയോ കണ്ട പോലൊരു ഫീൽ. തൻ്റെ കൂട്ടുകാരികളോടും അവൻ ക്യൂട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാലും അവർ നായികയെ കളിയാക്കാൻ തുടങ്ങുകയാണ്. നായികയ്ക്ക് ഒരു 3 കൂട്ടുകാരികളുണ്ട്. ഇവരുടേതൊരു 4 പേരിലൊരു ഗ്യാങ് ആണ്. ബാത്റൂമിൽ പോയാലും ക്യാൻറ്റീനിൽ പോയാലും എവിടെ പോയാലും 4 പേരും ഒന്നിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ രമ്യ ആ പയ്യൻ താഴെ ഇരുന്ന് ഫോൺ നോക്കുന്നത് ശ്രദ്ധിക്കുകയാണ്. രമ്യയുടെ അമ്മ ടീച്ചറാണെന്ന് പറഞ്ഞില്ലേ, രമ്യ ആ ലഞ്ച് എടുക്കാൻ മറന്നുപോയിരുന്നു. അത് കൊടുക്കാൻ ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ നളനെ ഈ ടീച്ചർ ശ്രദ്ധിക്കുകയാണ്. ക്ലാസ്സിൽ ഫോൺ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഫോൺ പിടിച്ചു വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് പോവാണ്. അത് നമ്മുടെ രമ്യയും ശ്രദ്ധിക്കുന്നുണ്ട്. ഓൾറെഡി അവർക്ക് ഈ നളൻ പയ്യനെ ഇഷ്ടപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് സ്റ്റാഫ് റൂമിൽ വന്ന അമ്മയോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ച് അമ്മ പിടിച്ചു വാങ്ങിക്കൊണ്ട് വന്ന ഫോൺ ഇവർ മോഷ്ടിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ ആ നളൻ്റെ ബാഗിലിടുകയാണ്. അങ്ങനെ നളനും PT കളിച്ച് കഴിഞ്ഞ് തൻ്റെ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ തൻ്റെ ബാഗിൽ തൻ്റെ ഫോൺ ഇരിക്കുന്നത് ശ്രദ്ധിക്കുകയാണ്. ചുറ്റും നോക്കുമ്പോൾ അവിടെ നമ്മുടെ രമ്യയാണ് നിൽക്കുന്നത്. അങ്ങനെ രമ്യയാണ് നമ്മളെ സഹായിച്ചതെന്ന് നളനും മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ സ്കൂൾ വിട്ട് നമ്മുടെ രമ്യ നേരെ വീട്ടിലേക്ക് വരാണ്. അവരുടെ വീട്ടിലൊരു കമ്പ്യൂട്ടർ ഉണ്ട്. ഇവർ തല അജിത്തിൻ്റെ ഒരു ഫാൻ പേജൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഫേസ്ബുക്കിലും ഒരുപാട് ചാറ്റൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ നളൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇവർക്കൊരു മെസ്സേജ് വരുന്നു. ആ സമയത്തൊക്കെ പെൺകുട്ടികളുടെ വീട്ടിൽ ഫോൺ ഉണ്ടാവില്ലല്ലോ. ഫേസ്ബുക്കിൽ മാത്രമാണ് ആൺകുട്ടികളുമായി ചാറ്റ് ചെയ്യുന്ന സമയം. അങ്ങനെ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ നമ്മുടെ നായിക ആ നളനുമായി ചാറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ആ നളൻ അയക്കുന്ന ഓരോ മെസ്സേജും നമ്മുടെ നായികയുടെ മനസ്സിൽ അവരെ ചിറക് കെട്ടി പറക്കാൻ പ്രേരിപ്പിക്കുകയാണ്. നളന് ഓൾറെഡി ലവ് ഫെയിലിയർ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ നായിക രമ്യയും നളന് വേണ്ടി രസങ്ങളൊക്കെ എടുത്തുകൊണ്ടുവരുന്നു. ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും ഇവർ ചാറ്റിൽ മാത്രമാണ് സംസാരിക്കുന്നത്. നേരിട്ട് സംസാരിക്കാറില്ല. ഒരു ഘട്ടത്തിൽ നളൻ പെട്ടെന്നൊരു ധൈര്യത്തിൽ നമ്മുടെ രമ്യയോട് പ്രപ്പോസ് ചെയ്യാണ്. ആ സമയം നോക്കി വീട്ടിൽ കറണ്ടും പോവാണ്. കമ്പ്യൂട്ടറിലല്ലേ അവർ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ആദ്യമായി രമ്യ അവരുടെ ഫോൺ നമ്പർ നളന് ഷെയർ ചെയ്ത് താനും പ്രണയിക്കുന്നു എന്ന് പറഞ്ഞ് നളനെ പ്രണയിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷം സ്കൂളിലേക്ക് പലതവണ ഫോൺ കൊണ്ടുപോകുന്നതും ബാത്റൂമിൽ പോയി നളന് മെസ്സേജ് അയക്കുന്നതും അങ്ങനെ ഇവരുടെ പ്രണയം വളരുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ സ്കൂളിൽ നിന്ന് എക്സ്കർഷന് കൊണ്ടുപോകുന്നു. നമ്മൾക്ക് സ്കൂളിൽ വെച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല, എക്സ്കർഷന് പോയാൽ തനിച്ച് സമയം ചെലവഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് നമ്മുടെ രമ്യയും നളനും അതിന് പേര് കൊടുക്കുകയാണ്. അങ്ങനെ കൊടൈക്കനാലിലേക്കാണ് കൊണ്ടുപോകുന്നത്. കൂടെ ഒരു സാറിനെയും ഇട്ടതുകൊണ്ട് ആ സാർ പെൺകുട്ടികളെ ഒരു വശത്തും ആൺകുട്ടികളെ മറ്റൊരു വശത്തുമായി ഇരുത്തുകയാണ്. അങ്ങനെ ബസ്സിൽ നളൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന സങ്കടത്തിൽ നായിക കണ്ണടച്ച് നളനോടൊപ്പം ഇരിക്കുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും അവരുടെ കൂട്ടുകാരികൾ 3 പേരും ചേർന്ന് തകർക്കാണ്. ഇപ്പോൾ ഇവർ താമസിക്കുന്ന സ്ഥലം, അതും പെൺകുട്ടികൾ ഒരു വശത്തും ആൺകുട്ടികൾ ഒരു വശത്തുമായിട്ടാണ് രാത്രി തങ്ങുന്നത്. റിസോർട്ടിൽ നിന്ന് പുറത്തു പോകാൻ നമുക്ക് കാട്ടിൽ പോയി തനിച്ച് സമയം ചെലവഴിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ നായിക അവരുടെ കൂട്ടുകാരികളെല്ലാം ഉറങ്ങിയതിന് ശേഷം, പ്രധാനമായും ടീച്ചർ ഉറങ്ങിയതിന് ശേഷം അവരുടെ റൂമിൽ നിന്ന് റിസോർട്ടിൽ നിന്ന് പുറത്തു വരികയാണ്. അങ്ങനെ കാട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ആ നളൻ നമ്മുടെ നായികയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതും ഒരുപാട് സർപ്രൈസ് ഒക്കെ ഒരുക്കി ആദ്യമായി നമ്മുടെ നായികയുടെ കൈ പിടിച്ച് ആ നളൻ സംസാരിക്കുകയാണ്. അതും ആ പ്രായത്തിൽ രമ്യയ്ക്കും ഒരുപാട് ബട്ടർഫ്ലൈസ് തരുന്നുണ്ട്. അത്രയ്ക്ക് സൂപ്പറായിട്ടുണ്ട്. നമ്മൾ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു തനിച്ച് വീട്ടിൽ താമസിക്കുമെന്ന് പറഞ്ഞില്ലേ, ഞാൻ ആ കാട്ടിൽ ഒരു തനിച്ച് വീട് കണ്ടുവച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ആ നളനും രമ്യ അവിടെ നിന്ന് തനിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു.
അങ്ങനെ അവർ ഒരുപാട് സമയം അവിടെ ചെലവഴിക്കുന്നതായും രമ്യ ഒരുപാട് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഇരുന്ന് കഴിക്കുന്നതായും അവിടെ ഒരു ബാറ്റബ് ഉണ്ട്, അതിൽ കിടന്നുകൊണ്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ തമ്മിൽ പ്രണയിക്കുന്നതും ഒന്നിച്ച് കറങ്ങുന്നതും വലിയ കുറ്റം പോലെയാണല്ലോ എല്ലാവരും കാണുന്നത്. എന്നാൽ ഇത് നമുക്ക് ജോളിയായിട്ടല്ലേ തോന്നുന്നത്, ഇതിലെന്താണ് തെറ്റ് എന്ന് ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ രമ്യയ്ക്ക് അവരുടെ കൂട്ടുകാരികളുടെ അടുത്ത് നിന്ന് ഫോൺ കോൾ വരുന്നു. എവിടെ പോയെന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ റിസോർട്ടിലേക്ക് വരാനും പറയുന്നുണ്ട്. രമ്യയും അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ആ നടന് ഒരു ഉമ്മ കൊടുത്തിട്ട് ഇപ്പോൾ ആ റിസോർട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെയും നമ്മുടെ നായികയ്ക്ക് 3 കൂട്ടുകാരിലുണ്ടല്ലോ, അതിൽ ഒരു ചേച്ചിയും അനിയത്തിയും ഉണ്ടായിരുന്നു. നീ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണെന്നും നിനക്ക് എത്ര ധൈര്യമോ ആ പയ്യനെ രാത്രിയിൽ പോയി മീറ്റ് ചെയ്തിട്ട് വരാൻ, ഇതുപോലുള്ള പെൺകുട്ടികളോട് സംസാരിക്കരുതെന്ന് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ വേറെ റൂമിൽ പോയി കിടക്കാണ്. അങ്ങനെ ആ സ്ഥലത്ത് വെച്ച് നമ്മുടെ രമ്യയോട് അവരുടെ കൂട്ടുകാരികൾ പോലും സംസാരിക്കാൻ മടിക്കുകയാണ്. പക്ഷെ എന്നിട്ടും രമ്യ അതിന് വലുതായി വിഷമിച്ചതായൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ നമ്മുടെ നായിക അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരാണ്. അവിടെയും ഒരു പോരാട്ട കളമാണ്. നമ്മുടെ നായികയ്ക്ക് ഒരു കസിൻ ചേച്ചിയുണ്ട്, അതായത് ഇവർക്ക് ചേച്ചിയുടെ സ്ഥാനമാണ് ഉള്ളത്. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പ്രണയ വിവാഹം കഴിച്ചതുകൊണ്ട് അവരെ വീട്ടിനുള്ളിൽ കയറ്റിയിട്ടേ ഇല്ല. പ്രധാനമായും നായികയുടെ മുത്തശ്ശി, അവരെ കുറിച്ച് പറഞ്ഞില്ലേ, അവരും എന്ത് മുഖം വെച്ചിട്ടാണ് ഇപ്പോൾ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ആ പയ്യനെ മതിയെന്ന് പറഞ്ഞു പോയതല്ലേ, അതിനുശേഷം ഈ വാതിൽപ്പടി നീ ചവിട്ടരുത്, നമ്മുടെ വീട് തന്നെ അശുദ്ധമായെന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയെ വളരെ വേദനിപ്പിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും നമ്മുടെ നായിക രമ്യ വീട്ടിൽ വന്നതും ശ്രദ്ധിക്കുകയാണ്. രമ്യയുടെ അമ്മ പറയാണ്, ഇതൊന്നും നീ അറിയണ്ട, നല്ല കുട്ടിയല്ലേ, റൂമിൽ പോയി പഠിക്കുന്ന കാര്യം നോക്കുക എന്ന് പറഞ്ഞ് നായികയെ റൂമിലിരുത്താണ്. ഇപ്പോൾ രാത്രിയും നായിക അവരുടെ മുത്തശ്ശിയോട് വന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് എത്ര ധൈര്യമുണ്ട്, അവൾ ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോട്ടെ, പക്ഷെ നീ നല്ല കുട്ടിയല്ലേ, നീ അവളെ പോലെ ആകരുത് എന്ന് അവരുടെ മുത്തശ്ശി നായികയോട് പറയുന്നുണ്ടാവും. നായികയുടെ മനസ്സിലും താൻ പ്രണയിക്കുന്ന കാര്യം വീട്ടിലറിഞ്ഞാൽ എന്തു ചെയ്യുമോ എന്നൊരു പേടി വരുന്നുണ്ട്. നമ്മുടെ നായികയുടെ സ്കൂളിൽ ഒരു രഹസ്യ സ്ഥലമുണ്ട്, അതായത് ഒരു ക്ലാസ് റൂം തന്നെ. അവിടെ ബെഞ്ചുകൾ മാത്രം ഒതുക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ ആ സ്കൂളിൽ പ്രണയിക്കുന്ന കുട്ടികളൊക്കെ ആ ക്ലാസ് റൂമിലേക്ക് രഹസ്യമായി പോയി കുറച്ച് ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് പതിവാണ്. അങ്ങനെയാണ് അവിടുത്തെ ഒരു പയ്യനും ഒരു പെൺകുട്ടിയും കൂട്ടിക്കൊണ്ടുപോയി ഉമ്മ വയ്ക്കുന്നത്. അതും നമ്മുടെ നായികയുടെ അമ്മ ആ ടീച്ചർ കണ്ടുപിടിക്കുകയാണ്. നേരെ ആ പയ്യനെയും പെൺകുട്ടിയും പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി പ്രിൻസിപ്പലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിൻസിപ്പളും ആ പെൺകുട്ടിയോട് അവരുടെ അച്ഛനെയും അമ്മയും കൂട്ടി വരാൻ പറയുന്നു. ആ പെൺകുട്ടിയും താൻ മാത്രം പിടിക്കപ്പെട്ടാൽ പോരാ, അവരുടെ ക്ലാസ്സിലും സ്കൂളിലും ആരൊക്കെയാണ് പ്രണയിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവരെയും ഒറ്റിക്കൊടുക്കുകയാണ്. അതിൽ നമ്മുടെ നായികയുടെ പേരും രമ്യയുടെ പേരും വരുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ രമ്യയുടെ ബാഗ് ചെക്ക് ചെയ്ത് നോക്ക്, അവളുടെ കയ്യിൽ ഫോണുണ്ട്. ആ ഫോണിൽ നളൻ എന്ന പയ്യനുമായി ഒരുപാട് ചാറ്റും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് അവിടെ ടീച്ചറായ രമ്യയുടെ അമ്മയ്ക്ക് വലിയ ഷോക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ ആ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മകൾ ആ നളനുമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ നളൻ്റെ ഫോണിലും രമ്യയുമായി ചാറ്റ് ചെയ്തതെല്ലാം ഉണ്ട്. ഇതിൽ നായികയുടെ അമ്മ ആകെ തകർന്നു പോവാണ്. നേരെ തൻ്റെ വീട്ടിലേക്ക് വന്ന് ഇൻ്റർനെറ്റ് കണക്ഷൻ മുതൽ TV കണക്ഷൻ വരെ എല്ലാം കട്ട് ചെയ്യുന്നു. രമ്യയുടെ ഫോണും അവർ വാങ്ങി വെക്കുകയാണ്. ഈ വിഷയം മുത്തശ്ശി അറിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, നീ എന്തിനാ വേണ്ടാത്ത പണിക്ക് പോയത്, ഇനി നിന്നെ സ്കൂളിൽ ഞാൻ കൊണ്ടുപോകും, ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവരും, എൻ്റെ കൺട്രോളിൽ തന്നെ നീ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്. തൻ്റെ മകൾ നന്നാകണമെന്ന് പറഞ്ഞ് പല സന്യാസിമാരുടെ അടുത്തും പോയി ഏലസൊക്കെ വാങ്ങി കെട്ടിക്കുന്നു. അതിനുശേഷം നമ്മുടെ നായികയ്ക്ക് നളനുമായി സംസാരിക്കാൻ പറ്റുന്നില്ല. എന്തിനു വേറെ പറയുന്നു, തൻ്റെ സ്കൂളിൽ പോലും ഫ്രീ ആയി ഇരിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും അവരുടെ അമ്മ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയെല്ലാം നമ്മുടെ രമ്യയിട്ട് അവരുടെ അമ്മ ചെയ്യുന്നത് കൊണ്ട് തന്നെ രമ്യയുടെ മനസ്സിൽ ഇനി ഈ വീട്ടിൽ ജീവിക്കാനോ സംസാരിക്കാതെ ഇവിടെ നിന്ന് ഓടിപ്പോയാലോ എന്നും തോന്നുന്നുണ്ട്. അങ്ങനെ പ്രണയിക്കുന്ന ആ നളനെയും വിളിച്ച് ഇന്ന് രാത്രി തന്നെ നമുക്ക് ഈ നാട് വിട്ട് ഓടിപ്പോകാം എന്ന് രമ്യ പറയുന്നു. രമ്യ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് നളൻ്റെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷെ നളൻ്റെ വീട്ടിലാണെങ്കിലോ അവിടെ നളൻ വീട്ടിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ നളൻ്റെ അച്ഛനും അമ്മയും അവനെ അടിച്ച് അവനെ വീടിനുള്ളിൽ തന്നെ വെക്കുകയാണ്. ഇത് നമ്മുടെ രമ്യയും കണ്ട് ഇപ്പോൾ നളനോടൊപ്പം ഓടിപ്പോവാനും പറ്റാതെ തിരിച്ച് ആ ബാഗെല്ലാം തൂക്കി തൻ്റെ വീട്ടിലേക്ക് തന്നെ വരുന്നു. അവിടെ വന്നാൽ നമ്മുടെ രമ്യയുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ വിഷയങ്ങളെല്ലാം അറിയാം. പഠിക്കുന്ന പ്രായത്തിൽ നീ പ്രേമിക്കാൻ നടക്കുകയാണോ എന്ന് പറഞ്ഞ് അവിടെ വീടിൻ്റെ നടുക്ക് വെച്ച് രമ്യ അച്ഛൻ അടിക്കുകയാണ്. രമ്യയുടെ അമ്മ ഈ വിഷയം തൻ്റെ വീട്ടിലുള്ള മുത്തശ്ശിയും ഭർത്താവും അറിയരുതെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അറിഞ്ഞു. വീടിൻ്റെ വാതിൽക്കാല ആൾക്കാർ വന്ന് എന്താ വീടിനുള്ളിൽ വഴക്ക് എന്ന് ചോദിച്ച് കുറച്ച് പേര് വന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, രമ്യ എക്സാമിൽ തോറ്റുപോയി, അതിന് അവളുടെ അച്ഛൻ വഴക്ക് പറയുന്നതാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വീടിൻ്റെ വാതിലെല്ലാം അടച്ചു. ഇനി രമ്യ ഈ സ്കൂളിൽ പഠിച്ചാൽ ചീത്തയാവുമെന്ന് പറഞ്ഞ് അവളെ വേറെ സ്കൂളിലേക്ക് മാറ്റുന്നു. അതേസമയം നമ്മുടെ രമ്യ പ്രണയിച്ച ആ നളൻ ആ കുട്ടിയും ആ സ്കൂളിൽ നിന്ന് TC വാങ്ങിക്കൊണ്ട് ഇപ്പോൾ സിംഗപ്പൂരിലെ ഏതോ ഒരു സ്ഥലത്ത് പഠിക്കാൻ പോവാണ്. ഇതിൽ നമ്മുടെ രമ്യയുടെ പ്രണയം പൂർണ്ണമായും തകരാണ്. രമ്യയുടെ അമ്മയും കുറച്ച് നാൾ കൂടിയല്ലേ ഉള്ളൂ, നീ പഠിച്ചിട്ട് ഏതെങ്കിലും വിദേശത്ത് ജോലിക്ക് പോക്കോ, അവിടെ നീ വിചാരിച്ച പോലെ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നും പറയുന്നു. എന്നാൽ രമ്യയ്ക്ക് ഇതെല്ലാം ദേഷ്യമാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ പ്രണയിച്ചപ്പോൾ തന്നെ പറയാമായിരുന്നില്ലേ, ഇത്രയും വലിയ പ്രശ്നമാക്കി ആ പയ്യനെ എൻ്റെ അടുത്ത് നിന്ന് വേറെ പിരിപ്പിച്ച് വഴക്കുണ്ടാക്കി സ്കൂൾ മാറ്റി എൻ്റെ പേര് ചീത്തയാക്കിയിട്ടാണോ ഇത് പറയേണ്ടത്? അമ്മ എന്താണ് പറയുന്നത്? ഞാൻ കോളേജിൽ പോയതിനു ശേഷം എൻ്റെ ഇഷ്ടം പോലെയാണ് ഞാൻ ഇരിക്കുക, ഞാൻ വീട്ടിൽ താമസിക്കില്ല, ഹോസ്റ്റലിലാണ് താമസിക്കുക, എനിക്കിഷ്ടമുള്ള പയ്യനെ ഞാൻ പ്രണയിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ അവരുടെ അമ്മയെ തന്നെ ഭീഷണിപ്പെടുത്തി നമ്മുടെ രമ്യ അവിടെ നിന്ന് പോവാണ്.
സീൻ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാണിക്കുന്നു. ഇപ്പോൾ നമ്മുടെ രമ്യ അവരുടെ കോളേജ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നതായാണ് കാണിക്കുന്നത്. അവിടെ ഒരു ബോയ്സ് ഹോസ്റ്റലുണ്ട്. ആ ഹോസ്റ്റലിലുള്ള അർജുൻ എന്നൊരു സീനിയർ പയ്യനെയാണ് രമ്യ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ അർജുനോടൊപ്പമാണ് ഇപ്പോൾ രമ്യ ആ ഹോസ്റ്റലിൽ കുറച്ച് അടുത്ത് ഇടപഴകുന്ന പോലെ കാണിക്കുന്നത്. ഏകദേശം 1 വർഷമായി ഈ അർജുനെ രമ്യ വളരെ സിൻസിയറായി പ്രണയിക്കുകയാണ്. അപ്പോൾ രാവിലെ ആയതും ഹോസ്റ്റലിലെ പയ്യന്മാർ വാതിലിൽ തട്ടാണ്. രമ്യയും ഇപ്പോൾ ആ ഹോസ്റ്റലിൽ നിന്ന്, അതായത് ബോയ്സ് ഹോസ്റ്റലിൽ നിന്ന് പുറത്തു വരാണ്. അങ്ങനെ ഈ അർജുനെ രമ്യ പ്രണയിക്കുന്ന വിഷയം ആ കോളേജ് മുഴുവൻ അറിയുന്നു. രമ്യയ്ക്ക് കോളേജിൽ സെൽവി എന്ന മറ്റൊരു സുഹൃത്തുണ്ട്. അങ്ങനെ അവളെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ അർജുൻ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാൻ രമ്യ കടയിൽ പോവാണ്. എന്തിനാണ് ഈ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ അർജുൻ ഇപ്പോൾ 3rd ഇയർ കഴിഞ്ഞ് ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോവുകയാണ്. അങ്ങനെ വിദേശത്തും തൻ്റെ ഓർമ്മയ്ക്കായിരിക്കണം എന്ന് പറഞ്ഞാണ് രമ്യ ഇതെല്ലാം വാങ്ങുന്നത്. അങ്ങനെ അർജുനെയും എയർപോർട്ടിൽ വന്ന് യാത്രയാക്കാൻ പോകുന്നതിന് മുമ്പ് ഇവർ വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങളെല്ലാം കൊടുക്കുകയാണ്. ലണ്ടനിൽ പോയതും തന്നെ വിളിക്കണമെന്നും പറയുന്നുണ്ട്. ഇവിടെ നിന്നാണ് ട്വിസ്റ്റ് ആരംഭിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രമ്യയും അവരുടെ ഗേൾസ് ഹോസ്റ്റലിൽ വന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു 2 ദിവസം ആവുന്നുണ്ട്. അർജുൻ്റെ അടുത്ത് നിന്ന് ഒരു ഫോൺ കോൾ പോലും വരുന്നില്ല. ഇവർ വിളിച്ചാലും അർജുൻ ലൈൻ കിട്ടുന്നില്ല. അപ്പോഴാണ് അർജുൻ്റെ ക്ലാസ്മേറ്റ്സിൽ ഒരു പെൺകുട്ടി അർജുൻ ലണ്ടനിൽ പോയി റൂം എടുത്ത വിവരമൊക്കെ വിളിച്ചു പറയുന്നത്. അത് നമ്മുടെ രമ്യ കേൾക്കുകയാണ്. രമ്യയ്ക്ക് ആകെ ദേഷ്യം വരുന്നു. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് അർജുൻ്റെ പുതിയ നമ്പർ വാങ്ങിച്ച് ആ അർജുനെ വിളിച്ചിട്ട്, നീ എന്താ ലണ്ടനിൽ പോയിട്ട് എന്നെ വിളിക്കാത്തത്? എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണോ? അവിടെ പോയതും എന്നെ മറന്നോ എന്നൊക്കെ ചോദിച്ച് വഴക്കിടുന്നു. അർജുനുമായിട്ട് വഴക്കിട്ടിരുന്നെങ്കിലും അതിനുശേഷം അവരൊന്നിച്ചു. പക്ഷെ അത് അധികം നാൾ നീണ്ടു നിന്നില്ല. വീണ്ടും അവർക്കിടയിൽ വഴക്ക് വരാണ്. ദിവസങ്ങൾ കഴിയുന്തോറും അർജുൻ പല കാര്യങ്ങളിലും നായികയെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നായികയുടെ സുഹൃത്ത് സെൽവി അവരുടെ ഹോസ്റ്റലിൽ മേറ്റ്സൊക്കെ എത്ര തുള്ളിച്ചാളി കളിച്ചുകൊണ്ടിരുന്ന പെണ്ണാണ്, ഇപ്പൊ ഇങ്ങനെ ആയില്ലേ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ അർജുനെ വിട്, അവൻ നിനക്ക് സെറ്റാവില്ല എന്ന് എത്രയൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ നായിക കേൾക്കുന്നില്ല. ഒരു ദിവസം അർജുനുമായി വഴക്കിട്ട് നായിക ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട അവസ്ഥ വരെ പോവാണ്. അപ്പോഴാണ് നായികയുടെ സുഹൃത്ത് സെൽവിക്ക് ദേഷ്യം വന്ന് ഈ അർജുനെ വിളിച്ചിട്ട്, എന്തിനാണ് വെറുതെ അവളോട് ബ്രേക്കപ്പ് എന്ന് പറയുന്നത്? അതിനുശേഷം നീ തിരിച്ചു ഒന്നിക്കുന്നു. ഇതുകൊണ്ട് അവളുടെ ഹെൽത്ത് വളരെ ബാധിച്ച് ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞ് വഴക്ക് പറയാണ്. എന്നാലും വീണ്ടും അർജുൻ വിളിച്ച് ഇപ്പോൾ നമ്മുടെ നായികയോടൊപ്പം ഒന്നിക്കുകയാണ്. അങ്ങനെ കോളേജിൽ വയ്യാതെ കിടക്കുന്ന നായികയെ കാണാൻ അവരുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ഇപ്പോൾ മകളും വളർന്നതുകൊണ്ട് അച്ഛനും അമ്മയും ഇപ്പോൾ മകളുടെ വാക്ക് കേൾക്കുന്ന പോലെ ആകുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്രാജുവേഷൻ ഡേ വരുന്നത്. അങ്ങനെ തൻ്റെ ബിരുദം വാങ്ങാൻ ആ അർജുൻ ലണ്ടനിൽ നിന്ന് വന്നിട്ടുണ്ട്. നായികയും വളരെ നാളുകൾക്ക് ശേഷം അർജുനെ കാണാണ്. അവരുടെ വഴക്കെല്ലാം മാറി വളരെ നന്നായി സംസാരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അർജുൻ്റെ ക്ലാസ്മേറ്റ്സിലുള്ള ഒരു പെൺകുട്ടി നായികയുടെ അടുത്ത് വന്ന് ഒരു ബോംബ് ഇടുകയാണ്. നീ ആ അർജുനെ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ അപ്പോഴേ ബ്രേക്കപ്പ് ആയി എന്ന് വിചാരിച്ചു. എന്താ അങ്ങനെ പറയുന്നത്? അല്ല, ആ അർജുന് വേറൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ട്, അവൻ ആ പെൺകുട്ടിയുമായിട്ട് കമ്മിറ്റഡുമാണ് എന്ന് പറയുന്നു. അപ്പോഴാണ് നായിക ഒരു കാര്യം ആലോചിച്ച് നോക്കുന്നത്. നമ്മുടെ നായിക ആദ്യമായി അർജുനെ പ്രണയിച്ചപ്പോൾ അപ്പോഴും അർജുൻ വേറൊരു പെൺകുട്ടിയുമായിട്ട് കമ്മിറ്റഡ് ആയിരുന്നു. ആ സമയത്ത് നമ്മുടെ നായിക വേറൊരു പയ്യനെ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് പുറത്തു വന്നിട്ടാണ് ഇവർ രണ്ടുപേരും പ്രണയത്തിലാവുന്നത്. എന്നാൽ ഇപ്പോൾ അർജുന് ലണ്ടനിൽ പോയതും വേറൊരു പെൺകുട്ടിയോട് താല്പര്യവും വന്നിട്ടുണ്ട്. എന്നാൽ അത് നായികയിൽ നിന്ന് മറച്ച് ഈ 2 ട്രാക്കും അദ്ദേഹം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മുടെ നായികയുടെ മനം നൊന്ത് അവിടെ നമ്മുടെ അർജുൻ്റെ അച്ഛനമ്മമാരെയും അവരുടെ സുഹൃത്തുക്കളുടെയും മുന്നിൽ വെച്ചിട്ട്, എന്തിനാണ് എന്നെ ചതിക്കുന്നത് എന്ന് പറഞ്ഞ് അർജുനെ അടിക്കുകയാണ്. നിന്റെ മുഖത്തുണ്ടായ മുറിവ് നീ ഒരു പെണ്ണിനെ പ്രണയിക്കുന്നില്ലേ, അവളോട് പോയി കാണിക്കുമെന്നും പറയുന്നു. അപ്പോൾ അർജുനും പറയുന്നുണ്ട്, ഞാനും നിന്നെ ഒഴിവാക്കണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്, എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞാണ് പലതവണ സംസാരിക്കാതിരുന്നത്. എന്നാൽ അപ്പോഴെല്ലാം ഹോസ്പിറ്റലിൽ പോയി കിടന്നു, വിളിക്കുക എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തി. ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് അതിനുശേഷം എൻ്റെ മേൽ പഴിയിടരുത്, ഇനി മുതലെങ്കിലും എന്നെ പൂർണ്ണമായിട്ടും വിട്, ഞാൻ വേറൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ അർജുനും നായികയെ പിരിഞ്ഞ് പോവാണ്. അങ്ങനെ നായികയുടെ 2ാമത്തെ പ്രണയം അവിടെ തോറ്റു പോവാണ്. അങ്ങനെ അർജുനുമായിട്ടുള്ള ബ്രേക്കപ്പിൽ നായിക മനം നൊന്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോഴെല്ലാം നായികയുടെ സുഹൃത്ത് സെൽവി അവരുടെ കൂടെ തന്നെ ഇരുന്ന് നായികയെ നോക്കും. അവരില്ലെങ്കിൽ നായിക അവിടെ ഉണ്ടാവുമോ എന്ന് തന്നെ ഒരു സംശയമാണ്. കാലങ്ങൾ കടന്നു പോവാണ്. ഒരു ഘട്ടത്തിൽ നമ്മുടെ നായികയുടെ മുത്തശ്ശി അവർ മരിച്ചു പോവാണ്. അങ്ങനെ ആ മുത്തശ്ശിയുടെ മരണത്തിന് നായികയ്ക്ക് ഒരു ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവർ വരുന്നുണ്ട്. എന്നാൽ അവർ പ്രണയവിവാഹം കഴിച്ചതുകൊണ്ട് വീടിനുള്ളിൽ കയറ്റാൻ അവിടുത്തെ ബന്ധുക്കളെല്ലാം മടിക്കുകയാണ്. എന്നാൽ നായികയുടെ അച്ഛനാണ് വഴക്കിട്ട് ബന്ധുക്കൾ പോയാലും കുഴപ്പമില്ല, പേരക്കുട്ടി വന്ന് മുത്തശ്ശിയെ കാണണമെന്ന് പറഞ്ഞ് വീടിനുള്ളിൽ കയറ്റുന്നത്. ദിവസങ്ങൾ മുന്നോട്ട് പോവാണ്. നായികയ്ക്ക് പല കാര്യങ്ങളും മനസ്സിലായി വരുന്നു. കാലാകാലങ്ങളായി സ്ത്രീകൾ അടിമപ്പെട്ടാണ് ജീവിക്കുന്നത്. മുത്തശ്ശി, അമ്മ, ചേച്ചി എല്ലാവരും ഒരു അടിമത്തത്തോടെ അവർക്കിട്ട് ചങ്ങല അഴിക്കാൻ അറിയില്ലെങ്കിൽ അത് അടുത്തു വരുന്ന നമ്മുടെ മേൽ ഇട്ടുവിടുന്നു എന്നും മനസ്സിലാവുന്നു. അതുകൊണ്ട് ഈ വികാരങ്ങളിലൊന്നും നമ്മൾ പിടിക്കപ്പെടാതെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിതം ജീവിക്കണം എന്ന് പറഞ്ഞ് നായിക കോളേജ് പഠിപ്പ് കഴിഞ്ഞ് ഇർഫാൻ എന്നൊരു പയ്യനെ പ്രണയിച്ച് ആ പയ്യനോടൊപ്പം ലിവിംഗ് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നതായി കാണിക്കുന്നു.
അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ നായികയ്ക്ക് 32 വയസ്സാകുന്നത്. 32 വയസ്സായിട്ടും കല്യാണം ആയില്ല. അതൊരു പ്രശ്നമായിട്ട് പോലും കരുതാതെ ഇവർ വളരെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. നായിക ഇപ്പോൾ ഇർഫാൻ എന്നൊരു പയ്യനോടൊപ്പം ലിവിംഗ് റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞില്ലേ, എന്നാൽ ആ പയ്യനുമായി ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഇവർ ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ ആ പയ്യന്റെ വീട്ടിൽ ഇവരുടെ സാധനങ്ങളെല്ലാം വച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ആ പയ്യന്റെ വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ ആ ഇർഫാന്റെ വീട്ടിൽ വേറൊരു പെൺകുട്ടി ഇരിക്കുന്നത് നായിക കാണാണ്. അങ്ങനെ ഇർഫാൻ നമ്മൾ പോയതിനു ശേഷം വേറൊരു പെണ്ണിനെ പ്രണയിക്കാൻ തുടങ്ങിയെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് നായിക വലുതായൊന്നും വിഷമിക്കാതെ, അതായത് വിഷമിക്കാത്ത പോലെ വെളിയിൽ കാണിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമിക്കുകയാണ്. അവർക്ക് ഈ ഇർഫാനെ വളരെ ഇഷ്ടമായിരുന്നു. കാരണം ഒരു തവണ പോലും നമ്മുടെ നായികയെ വിട്ടുകൊടുക്കാതെ എപ്പോഴും നായികയുടെ കൂടെ നിന്ന് അവരവൻ നോക്കിയിട്ടുണ്ട്. അതെല്ലാം ആലോചിച്ച് നോക്കിക്കൊണ്ട് ഇപ്പോൾ വിദേശത്തുള്ള തന്റെ ഫ്രണ്ട് സെൽവിക്കും വിളിച്ച്, അതായത് വീഡിയോ കോളിൽ നായിക സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ജീവനോട് ഉണ്ടായില്ലടി. ശരി, കുഞ്ഞെങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് സെൽവി പ്രഗ്നന്റ് ആണെന്ന് കാണിക്കുന്നത്. സെൽവി ഒരു ഫോറിനറെ കല്യാണം കഴിച്ച് വളരെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ശരി, ഇത്രയും പ്രണയം നമ്മുടെ നായികയ്ക്ക് കൈവിട്ടുപോയി. ഇപ്പോൾ അവർക്ക് എന്ത് പറയാൻ ആരാണുള്ളതെന്ന് ചോദിക്കുന്നുണ്ടോ? ഉണ്ട്, അവർ സ്നേഹിച്ച് വളർത്തുന്ന ഒരു പൂച്ചയുണ്ട്. ആ പൂച്ചയുടെ പേരാണ് മാഡം. ഒരു ദിവസം നമ്മുടെ നായിക അവരുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാതുകുത്ത് ചടങ്ങിന് പോയിരുന്നു. അവിടെയും നിനക്ക് എപ്പോഴാണ് കല്യാണം എന്ന് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അങ്ങനെ അവർ ചോദിക്കുന്നതെല്ലാം നായികയ്ക്ക് ദേഷ്യമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുമ്പോൾ രമ്യയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, ഏതോ മിങ്കിൾ എന്നൊരു ആപ്പിൽ നീ ഉണ്ടോ? നമ്മുടെ ബന്ധത്തിലുള്ള ഒരു പയ്യനും അതേ ആപ്പിലുണ്ട്. അവൻ അത് കണ്ട് നമ്മുടെ കുടുംബക്കാരോട് എല്ലാവരും പറഞ്ഞു. ആകെ നാണക്കേടായി പോയി. നിന്റെ ഫോട്ടോസൊക്കെ അതിലിടുന്നുണ്ടോ? ആരെങ്കിലും മിസ്യൂസ് ചെയ്താലോ എന്ന് രമ്യയുടെ അമ്മ പറഞ്ഞു തുടങ്ങാണ്. കാരണം തെറ്റവരല്ലേ ചെയ്യുന്നത് എന്ന്. അതൊരു ഡേറ്റിംഗ് ആപ്പാണ്, നമ്മുടെ ബന്ധത്തിലുള്ള പയ്യനൊക്കെ അതിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് നായിക അവരുടെ അമ്മയെയും കൊണ്ട് സംസാരിക്കുകയാണ്. ഒരു ദിവസം ഇപ്പോൾ നമ്മുടെ നായിക ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ആ സ്ഥലത്ത് വെച്ച് തൻ്റെ ചെറിയ വയസ്സിലെ കാമുകനായ നളനെ കാണാണ്. ആ നളൻ ഒരു കുഞ്ഞുമായി അവിടെ വന്നിട്ടുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് സന്തോഷം. കുഞ്ഞിന് എന്ത് പേരിട്ടു എന്ന് ചോദിക്കുമ്പോൾ അവനൊരു പേര് പറയുന്നു. നീ എൻ്റെ പേരിടുമെന്ന് വിചാരിച്ചു, കുഴപ്പമില്ല വിട്, എൻ്റെ റൂമിലേക്ക് വന്നിട്ട് പോ എന്ന് പറഞ്ഞ് നളനെയും അവർ താമസിക്കുന്ന ആ റൂമിലേക്ക് വിളിക്കുന്നു. അവിടെ നായികയുടെ സുഹൃത്തിൻ്റെ ഏതൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സെലിബ്രേഷനിലും നളനെ പങ്കെടുപ്പിച്ചിട്ട് ഇപ്പോൾ നളനുമായി അവരുടെ റൂമിനുള്ളിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നളനും നായികയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. നീ എനിക്ക് വേണ്ടി ഞങ്ങളുടെ വീട് വരെ വന്നു, എന്നാൽ എനിക്ക് നിന്റെ വീട് കടന്നു വരാൻ പറ്റിയതേ ഇല്ല. ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായികയും അതൊന്നും വലുതായി എടുക്കണ്ട, ചെറിയ വയസ്സിൽ അത് നടന്നതാണ്. ഒരു പക്ഷേ അന്ന് ആ വാതിൽപ്പടി നീ കടന്നിരുന്നെങ്കിൽ നമ്മൾ ഒന്നിച്ചായിരിക്കുമോ എന്തോ. നിന്റെ ഭാര്യ എങ്ങനെയുള്ളതാണ്? നല്ല ഭാര്യയാണോ എന്ന് ചോദിക്കുമ്പോൾ വളരെ നല്ലവളാണ്, അടിപൊളിയാണ് എന്നൊക്കെ നളൻ അവിടെ പറയാണ്. ഇപ്പോൾ ആ സ്ഥലത്തും നളന്റെ മനസ്സും നായികയുടെ മനസ്സും കുറച്ച് മാറുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ചെറുതായി രണ്ടുപേരും അടുത്തു വരാണ്. എന്നാലും നളന് അവരുടെ ഭാര്യയുടെ അടുത്ത് നിന്ന് ഫോൺ കോൾ വരുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നളൻ തന്റെ വീട്ടിലേക്കും പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ നായികയുടെ അമ്മയും നാട്ടിൽ നിന്ന് നായികയെ കാണാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നായികയുടെ അമ്മ വലിയ സങ്കടം ഇവർക്ക് കല്യാണം ആയിട്ടില്ല എന്നൊരു കാര്യമാണ്. ഇപ്പോൾ നായികയുടെ റൂമിന്റെ ജനൽ അവരുടെ അമ്മ തുറന്നു വിടുമ്പോൾ നമ്മുടെ നായിക വളർത്തുന്ന പൂച്ചക്കുട്ടി മാഡം പുറത്തേക്ക് ഓടിപ്പോവാണ്. ഇതിൽ നായികയ്ക്ക് ഭയങ്കര ദേഷ്യം വരാണ്. അതിനുശേഷം അവരുടെ പൂച്ചക്കുട്ടിയെ തിരയാത്ത ഇടമില്ല. നായികയുടെ എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ ഇർഫാൻ, അവൻ ഇപ്പോൾ പ്രണയിക്കുന്ന ആ ഗേൾ ഫ്രണ്ടുമായി വന്ന നായികയ്ക്ക് ആ പൂച്ചക്കുട്ടിയെ തിരയാനും ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. എന്നാലും ആ മാഡം എന്ന പൂച്ചക്കുട്ടിയെ കിട്ടുന്നില്ല. മറ്റൊരു വശത്ത് ഇവിടെ നായികയുടെ അമ്മയും അവരുടെ ടീച്ചർ ജോലിയിൽ നിന്ന് റിട്ടയർ ആവുന്നുണ്ട്. അതിനൊരു ചെറിയ ഫംഗ്ഷനും വെച്ചിട്ടുണ്ട്. അത് അറ്റൻഡ് ചെയ്യാനും നമ്മുടെ നായിക അവിടേക്ക് വരികയാണ്. സ്കൂളിലുള്ള മറ്റു പെൺകുട്ടികളോടും എൻ്റെ പേര് രമ്യ, ഞാനാണ് ആ ടീച്ചറുടെ മകൾ എന്ന് നായിക പറയുമ്പോൾ, ഓ നിങ്ങളാണോ ആ രമ്യ? നിങ്ങൾ അന്ന് എക്സ്കർഷനിൽ പോയി കാണിച്ച പണി കൊണ്ടാണ് ഞങ്ങളിപ്പോൾ വെളിയിൽ എങ്ങോട്ടും പോകാത്തത് എന്നെല്ലാവരും നമ്മുടെ രമ്യയെ ഒരുമാതിരി തെറ്റായിട്ട് സംസാരിക്കുന്നു. ഒരു പെണ്ണായി ഒതുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മറ്റു പെൺകുട്ടികൾ ഒതുങ്ങിയിരിക്കാൻ എൻ്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഇഷ്ടമുള്ള പയ്യനെ പ്രണയിച്ചത് ഇത്ര വലിയ തെറ്റാണോ എന്നവൾ സമൂഹത്തോടും അവരുടെ സ്കൂൾ മാനേജ്മെന്റിനോടുമാണ് അധികം ദേഷ്യം വരുന്നത്. ഈ ദേഷ്യത്തോടെ വീട്ടിലേക്ക് വന്നാലും ഇന്നും നായികയുടെ വീട്ടിൽ എപ്പോഴാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സിമ്പിളായ ഒരു മറുപടി പറയുന്നുണ്ട്. എന്തിനാണ് അമ്മേ കല്യാണം കഴിക്കുന്നത്? നിന്നെ ആരെങ്കിലും നോക്കണ്ടേ? കാലാകാലം ഇങ്ങനെ തനിച്ചാണോ ജീവിക്കാൻ പോകുന്നത്? അതിനാണ് കല്യാണം കഴിക്കുന്നത് എന്ന് അമ്മയും പറയുന്നുണ്ട്. അമ്മയെ ഇപ്പോൾ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് നായിക അവരുടെ അമ്മയെ നോക്കി ചോദിക്കുകയാണ്. അപ്പോൾ നായികയുടെ അച്ഛൻ നായികയുടെ അമ്മയോട് പോയി ദോശ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് ചീത്ത പറയുന്നു. അപ്പോഴാണ് നായികയുടെ അമ്മയും ആലോചിച്ച് നോക്കുന്നത്, എനിക്കിപ്പോൾ 60 വയസ്സായി, എന്നാൽ ഈ വയസ്സിലും എൻ്റെ ഭർത്താവിനെ ഞാനാണ് നോക്കുന്നത്, എൻ്റെ ഭർത്താവ് എന്നെ നോക്കുന്നില്ല എന്നൊരു മനസ്സിലേക്ക് വരുന്നു. ഇതിലൂടെ ഇവിടെ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നത് വഴി ഒരു പുരുഷന്റെ സഹായിയായോ സേവനം ചെയ്യാനോ ചില വീടുകളിൽ വേലക്കാരിയോ ആണ് പോകുന്നതെന്നല്ലാതെ അവർ അവസാനം വരെ അവർക്ക് ഇഷ്ടമുള്ള ലൈഫ് ജീവിക്കുന്നില്ല എന്നിവിടെ കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നായിക ഇതുവരെ അവർ പ്രണയിച്ചാലും ശരി, അടി കൊണ്ടാലും ശരി, കഷ്ടപ്പെട്ടാലും ശരി, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തിട്ടാണ് ഇതെല്ലാം അനുഭവിച്ചത്. അങ്ങനെ തനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിതം ജീവിക്കാം.
ഇതിന് ഈ സമൂഹം നമുക്കൊരു തെറ്റായ പേര് പറഞ്ഞാലും കുഴപ്പമില്ല, നമ്മളെ തെറ്റായ പെണ്ണായി കണ്ടാലും ഒരു കുഴപ്പമില്ല. ഈ സമൂഹം നമുക്കിടുന്ന ഒരു കൈവലങ്ങും ഏറ്റെടുക്കാതെ നമ്മൾ ജീവിതം ജീവിക്കണം എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ നായിക അവരുടെ റൂമിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ അവൾ അവിടെ തിരിച്ചെത്തുമ്പോൾ കാണാതായ പൂജയെ തിരിച്ചിട്ടാണ്. അതിനുശേഷം നായികയ്ക്ക് അവർ ഇഷ്ടമുള്ള ലൈഫ് ജീവിക്കുന്ന പോലെ കാണിച്ചിട്ട് ഈ സിനിമയോട് അവസാനിക്കുന്നു. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തരാൻ മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.